ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വിക്സിൻ്റെ ഹയ്യസ്റ്റ് തലത്തിലേക്കാണ് ഇന്നും നാളെയും അല്ലെങ്കിൽ ഈ ആഴ്ച നമ്മൾ നീങ്ങാൻ പോകുന്നത്. എക്സിൽ പോൾ റിസൾട്ട്സൊക്കെ വന്നു കഴിഞ്ഞു. യഥാർത്ഥ റിസൾട്ട് നാളെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് എങ്ങനെയാണ് ഇങ്ങനത്തെ ഹ്യൂജ് ഇവൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ നോക്കാൻ നേരത്ത് വലിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. FIS എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് 3 ലക്ഷം കോൺട്രാക്ട്സ് ആണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ഹ്യൂജ് ഷോർട്ടിങ് ചെയ്തിരിക്കുന്നത്. ആ കോൺട്രാക്ട് ഷോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് കവറിംഗ് റാലി വന്നാൽ, വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല, വന്നാൽ ഏത് ലെവലിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകാൻ ഇതിന് സാധിക്കും? അതാണ് ഒന്നാമത്തെ ചോദ്യം. കാര്യം നിഫ്റ്റി ഓൾറെഡി വല്ലാതെ സ്ട്രെച്ചറാണ്. കാര്യം Q4 റിസൾട്ട്സ് പല ലാർജ് ക്യാപ്പിലൊന്നും അതിഭയങ്കരമായിട്ടുള്ള റിസൾട്ട് എല്ലാ ലാർജ് ക്യാപ്പിലൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ക്വിറ്റ് ഓക്കെ എന്ന് നമുക്ക് പറയാം. Q4 റിസൾട്ട്സ് ഓൾറെഡി Q2 മുതൽ Q3 മുതൽ Q4 വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് അല്ലെ വാല്യുവേഷൻ വല്ലാതെ സ്ട്രെച്ച് ആയിട്ടുള്ള വാല്യുവേഷനാണുള്ളത്. അതിൻ്റെ അകത്ത് വലിയൊരു ഇവൻറ്റും കൂടെ വരാൻ നേരത്ത് ഏത് ലെവലിൽ അത് FIS ഏത് ലെവലെന്ന് പറഞ്ഞാൽ FIS ഓൾറെഡി ഷോർട്ട് ചെയ്ത മാർക്കറ്റ് 3 ലക്ഷം കോൺട്രാക്ട്സ് ഷോർട്ട് ചെയ്യുന്ന വെച്ചാൽ ചില്ലറ കളിയൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരു ഷോർട്ട് കവറിങ് വരുവാണെങ്കിൽ ഇൻഡെക്സ് ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് എന്താ പറയുക, ഏത് ലെവലിൽ പോകുന്നതിനെ കുറിച്ച് നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി FIS വിചാരിക്കുന്നു അല്ല ഓൾറെഡി സ്ട്രെച്ചഡ് മാർക്കറ്റാണ്, നമുക്കൊന്ന് മാറി നിൽക്കാം, ഷോർട്ട് കവറിങ് ഇപ്പോൾ വേണ്ട. കാര്യം മന്തിൻ്റെ ഫസ്റ്റ് വീക്കാണ്, സമയം കണ്ടമാനമുണ്ടെന്നുള്ള കൺസെപ്റ്റിലാണ് അവർ മാറി നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും റാലി ഫോം ചെയ്താൽ ആ റാലി ഒരു പക്ഷേ ഷോർട്ട് ലീവ്ഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. കാര്യം യഥാർത്ഥത്തിൽ മേടിക്കേണ്ട ആൾക്കാർ സ്ട്രോങ് ബയേഴ്സ് മാറിയിരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പെട്ടെന്ന് റാലി ഒരു റീറ്റെയിലിൽ ഉണ്ടാക്കിയാൽ പോലും അതിന് എന്തുമാത്രം കൺസിസ്റ്റൻസി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്ടേഴ്സാണ് ഡിഫൻസ്, PSU, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ പവർ, ഇൻഫ്ര. ബേസിക്കലി ഈ 4 സെക്ടർ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫോക്കസിൽ വേണം, നിങ്ങളുടെ ഒബ്സർവേഷൻ വേണം, നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. സോ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് വേറെ പ്രിഡിക്ഷൻസ് ഒന്നുമില്ല. എന്താ പറയണ്ടേ, നമ്മൾ മാർക്കറ്റ് ഒന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. മാർക്കറ്റ് സസ്റ്റൈനബിലിറ്റിയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ കാര്യം നമ്മളെ സംബന്ധിച്ച്. മാർക്കറ്റ് ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ പ്രോഫിറ്റ് ബുക്കിൽ പോയാൽ എന്ത് ചെയ്യും? നമുക്ക് മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മാർക്കറ്റിൻ്റെ ബിഹേവിയർ എപ്പോഴും എന്താ പറയേണ്ടത്, നമ്മൾ വിചാരത്തിനൊക്കെ പലപ്പോഴും എഗൻസ്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എഗൻസ്റ്റ് ജനറൽ ഒരു പ്രിഡിക്ഷനേക്കാൾ ഉപരിയായിട്ട് ക്യാൻഡിൽസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ സസ്റ്റൈനബിലിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഷോർട്ട് കവറിങ് ആയേക്കാം ബൈ FIS. അത് നമുക്ക് രാവിലത്തെ ഒരു അരമണിക്കൂറല്ല 1 അവറിനുള്ളിൽ നമുക്കൊരു ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. ഒരു 30 മിനിറ്റ്സിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് എല്ലാ ഡിവിഷനും ഈ ക്ലാരിറ്റിയുടെ ബേസിൽ തന്നെയേ ആകാവുള്ളൂ. കാര്യം നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആകേണ്ട ഒരു ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മുൻവിധികളില്ല മാർക്കറ്റിനെ കുറിച്ച്. മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമുക്കറിയില്ല. മാർക്കറ്റ് കയറുമോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങുമോ അല്ലെങ്കിൽ കൺസോളിഡേഷൻ പോകുമോ, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം മാർക്കറ്റിൽ. സോ മാർക്കറ്റ് പലപ്പോഴും നമ്മുടെ പ്രഡിക്ഷനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. സോ അതുകൊണ്ട് തന്നെ ബി എക്സ്ട്രീംലി കെയർഫുൾ. സോ ഇൻഡെക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീഡ് ആൻഡ് ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹ്യൂജ് ആണ്. നമുക്ക് വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ. അത് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾവേസ് സർപ്രൈസ് എനിവൺ ആൻഡ് എവരി വൺ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ Q4 റിസൾട്ട്സിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, അതായത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും പ്രത്യേകിച്ച് SMI സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലൊക്കെ കണ്ടമാനം നല്ല ശതമാനം കമ്പനികളിലും കണ്ടമാനം ഓർഡറുണ്ട്. കണ്ടമാനം ഓർഡർ ബാക്ക്ലോഗ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. അത് വലിയൊരു എന്താ പറയണ്ടേ, കമ്പനികളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ സാധ്യതയുള്ള വലിയൊരു കാര്യമാണ്. ഓർഡർ ബാക്ക്ലോഗ് എന്ന് പറയുമ്പം ധാരാളം ഓർഡർ കയ്യിലുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അത് ബേസിക്കലി ലാർജ് ക്യാപ്പിനേക്കാൾ ഉപരിയായിട്ട് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലാണ് ഈ ഓർഡറുകളുടെ ധാരാളിത്തം നമ്മൾ ഈ Q4 റിസൾട്ടിൽ അതുപോലെ കണ്ടത്. സോ അങ്ങനത്തെ സ്റ്റോക്കുകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനത്തെ സ്റ്റോക്കുകൾ ആദ്യം കണ്ടുപിടിക്കുക. നല്ല റിസൾട്ട് കൊടുത്ത ധാരാളം ഓർഡർ കയ്യിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. കാര്യം അത് ഏണിങ്സ് ക്ലാരിറ്റിയാണ് തരുന്നത്. അപ്പോൾ അവരുടെ കോൺകോൾസും അവരുടെ ഏണിങ്സ് ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ നെക്സ്റ്റ് 1 ഇയർ 2 ഇയറിലെ അവരുടെ ഈ കയ്യിൽ കിടക്കുന്ന
എന്താ പറയുക എക്സസ് ആയിട്ടുള്ള ഓർഡറിൻ്റെ എക്സിക്യൂഷൻ പ്ലാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഏതൊക്കെയാണ് നമ്മളെ നല്ല സ്റ്റോക്കുകളിലേക്ക് നമ്മളെ നല്ല സ്റ്റോക്കുകൾ ബെസ്റ്റ് എന്താ പറയണ്ടേ ഒരു പുൾ ബാക്കിലൊക്കെ വന്ന് ഒരു കൺസോളിഡേഷൻ വന്ന് തിരിച്ചു കയറുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റിയ ഒരു അവസരം. മാർക്കറ്റ് എപ്പോഴും എൻട്രി തരും. ആ എൻട്രി നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആസ് എ ട്രേഡർ നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. എനിവേ നമുക്ക് ഈ ആഴ്ചയിലെ ഇന്ത്യ വിക്സ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഈ വീക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്.